ശംഖ്. ശ്രീ കോവിലൻ എഴുതിയ കഥ. വധു കുമാരി രമ. വരൻ്റെ പേർ ഓർമ്മ നിൽക്കുന്നില്ല. ക്ഷണക്കത്തെടുത്ത് നോക്കാൻ സാധ്യമല്ല. ക്ഷണക്കത്തിൻ്റെ വർണ്ണവിധാനങ്ങൾക്കു മീതെ പേപ്പർ വെയ്റ്റിൻ്റെ പ്രതിഷ്ഠ ചിത്രകൂടമുയർത്തുന്നു. എന്നാൽ പേപ്പർ വെയ്റ്റ് അല്ല. നാം ഇരുവർ കടൽക്കരയിൽ. പ്രൊഫസർ വാസുദേവ് പേപ്പർ വെയ്റ്റിലെ ആലേഖ്യം വായിക്കുന്നില്ല. ക്ഷണക്കത്തിനു മീതെ തപസിരിക്കുന്ന ചിത്രകൂടം താൻ തന്നെ. ഈ ശംഖ് എൻ്റെ ഹൃദയമാകുന്നു. ഹൃദയമാണെന്ന് രമ പറഞ്ഞു. ഈ ശംഖ് രമയുടെ അല്ല, ഈ ശംഖ് രമയുടെ യാതൊന്നുമല്ല. ഈ ശംഖിലൂടെ വാസുദേവ് പുനരവതരിക്കയില്ല. എന്നാൽ പ്രൊഫസർക്ക് കാണാം, നാം ഇരുവർ വർണ്ണരാജികൾ തിരികളേറി തള്ളി വരുന്നു. തിരകളുടെ അലമാലകൾ കടൽക്കരയിൽ തകർന്നടിയുന്നു. പ്രൊഫസർ നോക്കിയിരിക്കുന്നു. എന്നിട്ടും തകർന്നില്ല. എന്നാലും നിലച്ചില്ല ഈ കടൽ. കടലിൻ്റെ ഒരു കാളകളി നോക്കൂ രമേ. നീ കല്യാണ മണ്ഡപത്തിലാണല്ലോ. എന്നാൽ മണ്ഡപം? പവിഴത്തുരുത്തുകൾക്ക് മീതെ നീലക്കടലിൽ 7000 നിറങ്ങൾ മുങ്ങിത്തുടിച്ചു. കടൽക്കരയിലൂടെ ഞണ്ടിൻ്റെ ഇറുക്കാങ്കാലുകളും കക്കത്തോടും പെറുക്കി നടന്ന കുട്ടികൾ കറുത്ത മണലിൽ ഷെൽ ജീവികളുടെ പൊട്ടും പൊടിയും ചികഞ്ഞു. കറുത്ത കടൽക്കരയിലേക്ക് ഇറങ്ങി വന്ന വെൺമണൽ തീരം കള്ളിച്ചെടി കാടുകളിൽ മുളച്ചെടി പൊന്തകളിൽ വന്ധ്യയുടെ വൈരാഗ്യം പോലെ കൊടും വെയിലിൽ പൊരിഞ്ഞു. ഒരു സ്റ്റഡി ടൂറിലെ പഠനങ്ങൾ ഭൂവൽക്കത്തിൻ്റെ പുറന്തോടുകളിൽ ഒതുങ്ങുന്നില്ല. കടലിൻ്റെയും ഈ ഭൂമിയുടെയും പ്രായം മണലിൽ എഴുതി വെച്ചിട്ടില്ല. എന്നാൽ ജാതകക്കുറി കണ്ടെത്തണം അവരെ കൊണ്ടുപോയ സുവോളജി പ്രൊഫസർക്ക്. സുമതി ടീച്ചർ ചോദിച്ചു, എടോ മണ്ടൂസുകളെ, ഈ പുറന്തോടുകൾ ദ്രവിച്ച് മൃതപ്രായമാകാൻ എത്ര 1000 വർഷങ്ങളെടുത്തു? എന്നിട്ടും കണ്ടോ, ഭൂമിയെ പെറ്റ കടൽ കുഞ്ഞിനെ കുളിപ്പിച്ച് തീർന്നില്ല. കൈരേഖകളിൽ തെളിയാത്ത കാര്യങ്ങൾ അന്വേഷിച്ച് നടക്കവേ രമ ഒരു തിരയടിച്ചു പരത്തിയ പതയിൽ നിന്നു. ദാ നോക്കൂ, എനിക്കൊരു ശംഖ് കിട്ടി. ശംഖോ ശങ്കയോ? ദേവിൻ്റെ ഹൃദയം പോലെ. എന്താണ് അവൾ പറഞ്ഞതെന്ന് മനസ്സിലായില്ല. താനൊന്ന് സംശയിക്കുന്നു. അവൾ അതറിഞ്ഞ് പരിഹസിക്കുന്നു. പകരം തൊടുക്കാൻ വാസുദേവ് മുതിർന്നു. അതോ നിന്റെ... എന്നാൽ പറഞ്ഞില്ല. പ്രാചീനമായൊരു സ്വപ്നയാകുന്നു, അരയാലില്ല. ഒരു കാമുകൻ്റെ ജാള്യതയോടെ അവൻ സത്യത്തെ കൊന്നു. ഹൃദയത്തിന് മുള്ളും പിരിയുമില്ലല്ലോ. നീരൊതുക്കുന്ന കടൽ പോലെ രമയൊന്ന് തേങ്ങി. ആർക്കറിയാം? ആ ശംഖ് കല്ലിച്ചു പോയ ഒരോർമ്മ ആരാധ്യമായൊരു അസ്ഥിശകലമായി പേപ്പർ വെയ്റ്റായി ക്ഷണക്കത്തിന് മീതെ അടയിരുന്നു. മുഹൂർത്തത്തിന് അലാറം വെക്കണമെന്ന് പ്രൊഫസർ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അലാറം അടിച്ചില്ല. ഒരു പക്ഷെ അടിച്ചിട്ടുണ്ടാവും, കേട്ട ഓർമ്മയില്ല. ചാവി കൊടുക്കാൻ മറന്നു കാണും. ധാരണകളുടെ താക്കോൽ മറന്ന് പ്രൊഫസർ തിരയുന്നു. പ്രാതലിനൊപ്പം പാലോ ബോൺവിറ്റയോ കഴിച്ചതെന്ന ഓർമ്മയില്ല. ഉറക്കം വരുമ്പോൾ ഓർക്കുന്നു, ചായ കുടിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ ക്യാൻറ്റീൻ ബോയ് മറന്നിട്ടില്ല. അവൻ വന്ന് പകർന്നു വെച്ച കടും ചായ തൻ്റെ മുൻപിൽ തണുത്തിരിക്കുന്നു. എന്നാൽ യാതൊന്നും പ്രൊഫസർ എഴുതിയിട്ടില്ല. അട്ടിയായി മുറിച്ചു വെച്ച വെള്ള ഷീറ്റുകൾക്ക് മീതെ പേന മരിച്ചു കിടക്കുന്നു. തലകാലങ്ങളുടെ അപാരതയിൽ ബോർഡിലേക്ക് ഉയർത്തിയ ചോക്കോടെ പ്രൊഫസർ നിൽക്കുന്നു. കുപ്പായ കൈ ചിറകറ്റു വീണു. സോറി ജെന്റിൽമെൻ. ഒരു കൈ ശരിയാക്കാൻ ഉയർത്തുന്ന മറ്റേ കൈക്കും ചിറകുതിരുന്നു. കഫ് ബട്ടൺസ് മറന്നു. ഓർമ്മകളിൽ മറന്നുപോയ കുടുക്കുകൾ തിരയുന്ന പ്രൊഫസറെ ചൊല്ലി കുട്ടികൾ ചിരിക്കുന്നു. ഫർഗറ്റ് ഇറ്റ് ജെന്റിൽമെൻ. എന്തേ വന്ന് പറഞ്ഞു വന്നത്? ആമയും ഒച്ചും ഷെൽ ജീവികൾ തന്നെ. ഒരൊച്ചിൻ്റെ പ്രയാണത്തിൽ നിന്ന് ആരംഭിച്ച വേഗത്തിൻ്റെ സാധന. വാങ്മയം കൊതിച്ച ധാരണകൾ എങ്ങോ മുങ്ങിപ്പോയി. ഒരു അത്യാഹിതത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കടിയിൽ പ്രൊഫസർ ചികയുന്നു. ഉണ്ണാനിരിക്കുമ്പോൾ തുമ്മുന്നു. ചുമച്ച കണ്ണുകൾ നിറച്ച് കാറി താനെ നെറുകയിൽ തട്ടി വിമ്മിട്ടമൊതുക്കുമ്പോൾ വേലക്കാരൻ പയ്യൻ അഭിനയിച്ചു. ഭാണ്ടും. ഒരു ബാല്യത്തിൻ്റെ വല്ലായ്മയോടെ പ്രൊഫസർ വേലക്കാരനെ നോക്കി. അപ്പുക്കുട്ട, നീ എൻ്റെ അമ്മയല്ലല്ലോ. ഞാനൊരു കൈക്കുഞ്ഞുമല്ല. അമ്മ ചോദിച്ചു, വാസൂട്ടാ, എന്താ നിന്റെ ഭാവം? മകൻ പറഞ്ഞു, ശാന്തം. എന്നാൽ അമ്മ കരയാൻ ഭാവിച്ചു. നീ ഒരു കല്യാണം കഴിച്ചിട്ട്... വേലക്കാരൻ പോയി. അതുകൊണ്ടൊരു കുഴപ്പവുമില്ല. 2 കഷ്ണം റൊട്ടിയും പാലും തന്നെത്താൻ പാകപ്പെടുത്താം. ഹോട്ട് പ്ലേറ്റിൽ തിളയ്ക്കുന്ന പാലിൽ ഓട്സ് പകരാൻ വേലക്കാരൻ വേണ്ട. എന്നാൽ നേരത്ത് വിളിക്കാനും പുറപ്പെടിക്കാനും ആളില്ലാതായി. ജീവിതത്തിൻ്റെ പൊരുൾ ഒറ്റയോ ഇരട്ടയോ? ഒരു നേരം പോക്കിൻ്റെ ഓർമ്മയിൽ പ്രൊഫസർ മുങ്ങുന്നു. അക്കാക്കം പിക്കാക്കം ഏതില്? എന്നാൽ അതിലില്ല. എൻ്റെ കയ്യിൽ മച്ച. അവളുടെ കുഞ്ഞു കയ്യിൽ ഒറ്റയോ ഇരട്ടയോ? അവൾ കാളി,
കാളിയുടെ കൂടെ ഒറ്റയും ഇരട്ടയും കളിക്കുന്നതുകൊണ്ട് വാസുവിനെ ഉലക്ക എന്ന് എതിരാളികൾ വിളിക്കുന്നു. ഒരു പ്രതീകത്തിന്റെ ധ്വനി സംവേദനക്ഷമമായപ്പോൾ കാളി എന്ന പെൺകുട്ടി വാസുവിന്റെ കൂടെ കളിക്ക് വരാതായി. ഒരു ഉലക്കയ്ക്ക് കാളവും ചുറ്റുമുള്ളതുകൊണ്ട് വാസു കാളിയോടും കാളി കാളത്തോടും ചേരുന്നതുകൊണ്ട് വാസു ഉലക്കയായി. ഓർമ്മയുടെ കയങ്ങളിൽ കാളി എന്ന തുള്ളിയെ തിരഞ്ഞ് പ്രൊഫസർ മുങ്ങുമ്പോൾ പയ്യൻ വരുന്നു. താടി വടിക്കാൻ ചൂടുവെള്ളം. അവൻ പോയി. മുഹൂർത്തം അറിയിക്കാൻ അലാറം മറന്നു. അലാറം അടിച്ചെങ്കിൽ ഒന്നെണീറ്റ് പടിഞ്ഞാറോട്ട് നോക്കി നിൽക്കാമായിരുന്നു. ഗുരുവായൂരപ്പ, നിന്റെ പാഞ്ചജന്യം കാഹളമൊടുങ്ങി എൻ്റെ മേശപ്പുറത്ത് തപസ്സിരിക്കുന്നു. ഈ ജഡത്തിന്റെ മുന പൊരിഞ്ഞ മുള്ളുകളിൽ മരിച്ച നക്ഷത്രത്തിന്റെ രശ്മിപ്രസരം കെട്ടടങ്ങുന്നു. ഇതാണോ വാസുദേവിന്റെ ഹൃദയം? ഇതിന്റെ പിരികളിൽ ചുറ്റഴിയുന്ന പമ്പരത്തിന് ഭ്രമണപഥം തെറ്റുന്നു. അതാണോ വാസുദേവിന്റെ മനസ്സ്? മനസ്സ് തെന്നി തെന്നി പാളം തെറ്റി പ്രൊഫസർ ഇരുന്നു. അദ്ദേഹം ശംഖെടുത്തു. വിളിക്കാൻ സാധ്യമല്ല. എൻ്റെ നാദനിനാദങ്ങൾ. ആരെ ആരെ ഉണർത്താൻ? രമേ, പറയൂ ദേവ്, ഞാൻ കേൾക്കുന്നുണ്ട്. ബട്ടൺസ് ഇല്ലാത്ത മുറിക്കാലിറയിട്ട കുട്ടി. അവനെ വാസു എന്ന് വിളിക്കുന്നു. അമ്മിണി എന്ന കുതിരക്കാരൻ നൊട്ടൻ്റെ മകളുടെ മുന്നിൽ കവച്ചിരുന്നു. മണൽ കൂമ്പാരത്തിൽ പൊത്തി. പിന്നെ അവൻ പൂത്താരുള്ളി തിരഞ്ഞു. അവൻ ആഴ്ത്തിയ പൂത്താരുള്ളി എവിടെയാണെന്നറിഞ്ഞിട്ടും അവൻ്റെ വിരലുകൾ പട്ടുകോണം വഴിപിരിഞ്ഞ നടയിൽ തൊട്ടു. ചെക്ക. കുതിരക്കാരൻ്റെ മകൾ ചെക്ക എന്ന് അധിക്ഷേപിച്ചിട്ടും ഒരു മണ്ടൂസിനെ പോലെ ആൺകുട്ടി മിഴിച്ചു. ചെക്ക, എനിക്ക് സുല്ലുണ്ട്. എനിക്കിത്തിരി ഇക്കിളിയായിട്ടോ. രമേ, ഞാൻ കേൾക്കുന്നുണ്ട്. ഒരു രാത്രി മുഴുവൻ എനിക്ക് സുല്ലില്ല. കുതിരയെ വിറ്റ് അച്ഛൻ കാറു വാങ്ങി. കുതിരക്കാരൻ ചത്തു. രമയ്ക്കറിയാമോ, കുതിരക്കാരൻ നൊട്ടൻ്റെ മകൾ അമ്മിണി ഇന്നെവിടെ? എനിക്കറിയൂ. ഒത്ത ആണുങ്ങളെ പാറാവ് നിർത്തി അമ്മിണി കള്ളക്കാച്ചി നടത്തുന്നു. എന്നാലും അവളെ കെട്ടാൻ ആണൊരുത്തനില്ല. വേണ്ട, ഞാൻ കെട്ടണോ? എന്നിട്ടെന്തിനാ? അമ്മയുടെ പുള്ളിക്കോഴി പൊരുന്നി കിടക്കുമ്പോൾ അവളെ കൗമാര കുതൂഹലത്തോടെ നോക്കി നിൽക്കുന്നു. കൊച്ചു പെണ്ണെ, നിന്റെ കുഞ്ഞുങ്ങൾ ഒന്നിൻ്റെ പേര് മണി, ഒന്നിൻ്റെ പേര് കിണി. മണിയും കിണിയും എൻ്റെ കുഞ്ഞുങ്ങൾ. എന്നാൽ നീ പറയൂ, എനിക്കറിഞ്ഞുകൂടല്ലോ. അവർ വന്നതെവിടുന്ന്? എന്നാൽ അടുത്തെങ്ങും ചെല്ലാൻ സാധ്യമല്ല. ചിറകുകൾ ഉലർത്തി കോഴി ചീറുന്നു. അമ്മ കലഹിക്കുന്നു. എന്താ ഇന്ന് വാസൂട്ടിക്ക് കോഴിയോട്? എന്തായിരുന്നു രമേ? നാണമില്ലല്ലോ പറയാൻ. രമ നാറ്റ് ടേണർ വായിച്ചിട്ടുണ്ടോ? അരിപ്രാവിനെ മോഹിച്ച പ്രവാചകന്റെ ബ്രഹ്മചര്യം അഴിഞ്ഞ് തമോബലം നശിക്കുന്നു. അവനവനിലെ മൃഗത്തെ കൂട് തുറന്ന് കാണിക്കുന്ന ആത്മാർത്ഥതയുടെ നെഞ്ചൂക്കിൽ കപടവേഷങ്ങളുടെ ദേവഗിരി ദുർഗങ്ങൾ. രമ ഉറങ്ങിയോ? അമ്മ ചോദിച്ചു. വാസൂട്ടാ, നീ ആർക്കെങ്കിലും വാക്കുകൊടുത്തോ? ആർക്കമ്മേ? ആ കുട്ടി നിന്നെ പ്രതി ഇശി പറഞ്ഞു. ആർക്കാണമ്മേ നാക്കില്ലാത്തത്? എന്നാൽ വാസുദേവ് സർവഥാ വിശ്വസ്തനായിരുന്നു. ലേഡീസ് ഹോസ്റ്റലിൻ്റെ വാർഡന് വാസുദേവിനെ വേണം. ഇപ്പോൾ, ഈ നിമിഷം, അസമയം. രമയുടെ അമ്മ മരിച്ചു. ഒന്നും പറയണ്ട, ആ കുട്ടിയുടെ കൂടെ ഒന്ന് പോകൂ. രായ്ക്ക് രാമാനം ശവമടക്കാൻ എന്തായിരുന്നു രമയുടെ അമ്മയ്ക്ക്? റിസർച്ച് സ്കോളർ ആണെങ്കിലും മകൾ അമ്മയുടെ ഗർഭാശയ അർബുദത്തെക്കുറിച്ച് ഒന്നും പറയില്ല. രമേ, ഞാൻ തന്നെ കടുപ്പൊട്ടൻ. എന്താണിത് ദേവ്? എല്ലാ രഹസ്യങ്ങളും വിളംബരം ചെയ്ത് എൻ്റെ പാഞ്ചജന്യം വഷളായി. ഒരു നേരം പോക്കിന് സുമതി ടീച്ചർ പറയുന്നു, എല്ലാ ജന്തുക്കളിലുമുണ്ട് സെക്സും അനുരാഗവും. അനുരാഗമുള്ളവൻ്റെ കൂടെ എൻ്റെ മകളെ എവിടെയും എപ്പോഴും പറഞ്ഞുവിടാം. ഒരു കാവൽ പട്ടിയെ പോലെ അവൻ അവളെ കാത്തുകൊള്ളും. അവൻ തൊടില്ല, അന്യനെ കൊണ്ട് തൊടിയിക്കില്ല. വാസുദേവ് ചോദിച്ചു. മകളെ നാറുമോ? പ്രൊഫസർ തൊടുത്തു. എടോ, നാറ്റമേൽക്കാത്ത പ്രേമബന്ധങ്ങളില്ല. ഗുരുവും ശിഷ്യനും ഏറ്റപ്പോൾ രമ ഇരുന്ന് കരഞ്ഞു. അമ്മയുടെ രോഗലക്ഷണങ്ങൾ, ചികഞ്ഞെടുത്ത നന്ദി കെട്ട മുള്ളുകൾ, ഒരു പാതകത്തിൻ്റെ ഓർമ്മകൾ അമ്മ ചുമ്മാ കടഞ്ഞു കളയാൻ സാധ്യമല്ല. ഓർമ്മകൾ മണൽത്തരികളല്ല. എന്നോ മരിച്ചുപോയ ഒരു ജീവിയുടെ കഞ്ചകത്തിനടിയിൽ അമ്മയിലൂടെ മകൾ നേടിയ അർബുദം മൂടിവെക്കാൻ സാധ്യമല്ല. രമേ, പറഞ്ഞോളൂ. നമുക്കിങ്ങനെയൊക്കെ കഴിഞ്ഞാൽ മതി. എങ്ങനെ? എങ്ങനെയോ അങ്ങനെ. എനിക്ക് വയ്യാലോ തർക്കുത്തരം പറയാൻ. ബ്രഹ്മചര്യത്തിൻ്റെ കീറാമാറാപ്പിനുള്ളിൽ ജീവിതമൊടുക്കുന്നു. തലതിരിഞ്ഞ മന്ത്രങ്ങളിൽ യാഗം കലങ്ങുന്നു. വിവാഹം വേണ്ട, പ്രേമം മതി. നീതിയും നിയമവും വേണ്ട, കൊലപാതകം മതി. എന്നാൽ ആരെ കൊല്ലുന്നു? ഈ മനസ്സിൻ്റെ കുതിരക്കാരൻ നൊട്ടൻ എവിടെ? എവിടെ നിന്റെ മകൾ?
എന്നാൽ പ്രൊഫസർ വാസുദേവ്, ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സുവോളജി, മാന്യൻ, ബഹുമാന്യൻ, സമാദൃത സമൂഹതല പിന്തല. നീ ആർ? വർണ്ണരാജികൾ മുങ്ങിത്തുടിക്കുന്ന സാരിയിൽ ഒരു നീലക്കടൽ പുഷ് ഡോറിലൂടെ അലച്ചാർത്തു വന്നു. ഉപ്പ് വെള്ളത്തിൽ പ്രൊഫസർ വാസുദേവ് നനഞ്ഞീറനായിപ്പോയി. കാലവർഷം പോലെ രമ നിന്ന് ചിരിക്കുന്നു. ചിരിയുടെ ജലധാരയിൽ അലമാരയിൽ വാസുദേവിന് നിലതെറ്റി. പെയ്തു തീരുന്ന മേഘം പോലെ അവൾ നീട്ടിയ കയ്യിൽ അവസാനമായി താൻ അറിയാതെ പിടിക്കുമ്പോൾ, ഞാൻ തന്നെ വരാമെന്ന് കരുതി. നമുക്കെന്തിന് തപാൽ പെട്ടി? ഇന്ന് വർക്കില്ലേ? അവധിയെടുത്തു. എന്താ ദേവ് എഴുതുന്നത്? നോട്ട്സോ? എനിക്ക് നീതിയും നിയമവും വേണ്ട. കൊലപാതകം മതി. വിവാഹം വേണ്ട. ഇരിക്കൂ രമ. രമയ്ക്ക് ഒറ്റ വെള്ളിരേഖയും ഇല്ലല്ലോ. ഞാൻ കണ്ണാടി നോക്കാറേയില്ല. വെഡിങ് കാർഡിൻ്റെ സ്റ്റൈൽ എങ്ങനെ? പ്ലീസ് ഡു കം. പിടികിട്ടുന്നില്ല. വാസുദേവ് മുങ്ങുന്നു, എന്നാൽ വിയർക്കുന്നു. പ്രൊഫസർ രമയ്ക്കും മറ്റു കാര്യങ്ങളുണ്ടായിരുന്നു ചിന്തിക്കാൻ. പിറ്റേന്ന് ഞങ്ങൾ പറക്കും. വിയന്നയിലാണ്. ജെനറ്റിക്സിൽ അദ്ദേഹത്തിന് അവിടെ ഫെലോഷിപ്പുണ്ട്. യു മസ്റ്റ് മീറ്റ് ഹിം. ഞാൻ എല്ലാം പറഞ്ഞു. ഹി നോസ് വാട്ട് ടു ഡു. എല്ലാ സജ്ജീകരണങ്ങളുമുള്ള ചികിത്സാ സിസ്റ്റമാണ് അവിടെ. ഹി അണ്ടർസ്റ്റാൻഡ്സ്. ടെസ്റ്റ് ട്യൂബ് ശിശുവിൻ്റെ യുഗത്തിൽ വന്ധ്യതയും പാരമ്പര്യവും പഴങ്കഥയാണെന്ന്. ഒരു പക്ഷേ കടൽ തിരകളുടെ ആഹ്ലാദം പുഷ് ഡോറിലൂടെ തുള്ളി ഇറങ്ങിപ്പോകുമ്പോൾ പ്രൊഫസർ വാസുദേവിന് ഒന്ന് ഉറക്കെ വിളിക്കാൻ തോന്നി. എടനൊട്ടാ. എന്നാൽ കോളേജിൽ കുട്ടികളുണ്ടല്ലോ. വെളിയിൽ. പ്രൊഫസർ രമയുടെ കാറിൻ്റെ 6 പിസ്റ്റൺ തുള്ളുന്ന മെഷീൻ തന്നേക്കാൾ ഉറക്കെയാണ് അലറുന്നത്. എല്ലാറ്റിനേക്കാളും ഉറക്കെ പ്രൊഫസർ വിളിച്ചു, നൊട്ടാ. സ്ഥലകാലങ്ങളുടെ അപാരതയിൽ ഈ തുച്ഛമായ ജീവിതം എണ്ണ തീരുവോളം ഓടുന്നു. ഒച്ചിൻ്റെ ശുഷ്ക സഞ്ചലനത്തിൽ നിന്ന് അനന്തതകളിൽ ഭ്രമണപഥങ്ങളിലെത്തിയ മനുഷ്യൻ വേഗത്തിൻ്റെ സാധനയിൽ. ഒരു പേപ്പർ വെയ്റ്റിൻ്റെ ഭാരം ഇടഞ്ഞ് പ്രൊഫസർ വീഴുന്നു. അയാൾ ഓർക്കുന്നു, ഈ ഹൃദയത്തിന് എത്ര മുള്ളുകൾ, എത്ര പിരിവുകൾ. തൊടാൻ അറച്ചിട്ടും തൊട്ടു. ക്ഷണക്കത്തെടുത്ത് വായിച്ചു. മുഹൂർത്തം കഴിഞ്ഞു. രൂപരൂപാന്തര വിജ്ഞാനീയത്തിൻ്റെ ആദി ഗുരുവായ ഗുരുവായൂരപ്പൻ്റെ തിരുമുൻപിൽ അഗ്നിസാക്ഷി, നാദസ്വരധാര സാക്ഷി, പുരോഹിതനും പരികർമ്മികളും പുരുഷാരവും സാക്ഷി. ഒരു കോപ്പ കാപ്പിയുടെ പാരണയ്ക്ക് വേണ്ടി ഹോട്ടലുകളുടെ വാതിൽക്കൽ തിരക്കുന്ന ക്യൂബുകൾ സാക്ഷി. പുത് എന്ന നരകത്തിൽ നിന്ന് എൻ്റെ ആത്മാവിനെ ത്രാണനം ചെയ്യാൻ വേണ്ടി ഇവളിൽ പുനരവതരിക്കാൻ പോകുന്ന ഞാനാകുന്ന എൻ്റെ പുത്രനു വേണ്ടി ഇമാം കന്യാ സ്വീകരോമി. സാക്ഷി ചമയാൻ സാധ്യമല്ല വാസുദേവിന്. ഇത് വഞ്ചനയാകുന്നു. സൃഷ്ടിയുടെ ചലനത്തെ ഒരിക്കൽ തൂത്തുകളഞ്ഞ ഈ രമ. ഡോക്ടർ പറഞ്ഞു, സാധ്യമല്ല. ഇത്ര ചെറുപ്പത്തിൽ ഒരമ്മയായി മരിക്കണോ ആവും ഇത്ര ജീവിക്കണോ? എന്നാൽ പ്രൊഫസർ വാസുദേവ്, നിന്റെ നരച്ച തല പറയട്ടെ, വഞ്ചകനാർ? ഞാനോ? മുഹൂർത്തം, ഹോമിങ്, ഗാർഡൻ ഡിന്നർ. മുഹൂർത്തത്തിൻ്റെ ബദൽ പദം വിയന്നയിലില്ലയോ? എന്നാൽ ഒരു വിവാഹം കല്യാണ മണ്ഡപത്തിൽ മുറിയുന്നില്ല. മീറ്റ് പ്രൊഫസർ വാസുദേവ്, മൈ സ്വീറ്റ്. നമ്പർ 17. വിഷ് യു ഹാപ്പി. ശംഖിൻ്റെ പൊരിഞ്ഞ മുള്ളുകളിൽ വട്ടം വട്ടം വിരലമർത്തി പ്രൊഫസർ ഇരുന്നു. ഈ മുള്ളുകൾ കത്തുന്നില്ല. സംഗമത്തിൻ്റെ കാഹളം മറന്ന ഈ കങ്കാളത്തിന് എന്തിന് ശത്രുഭയം? എന്നാൽ അന്ന് നാം ഇരുവർ കടൽക്കരയിൽ. ഈ ആലേഖ്യം എൻ്റെ കരളിൻ്റെ ഓരോ സ്പന്ദനമായി, എൻ്റെ ചോരത്തുള്ളിയായി, ഞാനായി, ഞങ്ങൾ ഒന്നായി മെനഞ്ഞെടുക്കുമ്പോൾ അന്ന്, അപ്പോൾ നേടിയ സ്വപ്നങ്ങൾ. രമയ്ക്കിഷ്ടമായോ? ആരാണ് എഴുതുക? എഴുതാൻ എത്ര പേർ വേണം? തേക്കിൻകാട്ടിൽ. പിൻതലയിൽ ഷെൽഫിലെ ഘടികാരത്തിൻ്റെ ടിക്കാരം തറയ്ക്കുന്നു. ഒരു തയ്യൽ മെഷീൻ്റെ മർമ്മവേദിയായ സൂചിയായി, ചലനത്തിൻ്റെ നൈരന്തര്യത്തിൽ അസംഖ്യ സൂചികളായി ഇരിക്കെ പൊറുതികെട്ട് പ്രൊഫസർ എണീറ്റു. ഹോമിങ് നടക്കുകയാണ്. രാമനാട്ടുകരയിലെത്താൻ സാധ്യമല്ല. ഗാർഡൻ ഡിന്നർ കടൽക്കരയിൽ, റൂഫ് ഗാർഡനിൽ. കോഴിക്കോട്ടെത്താൻ കഴിയും. വേഗമെന്ന ജീവസത്ത സ്ഥലകാലങ്ങളെ ഒടുക്കുന്നു. എന്നാൽ ഓർമ്മയുടെ നാദനിനാദങ്ങൾ കേട്ടുമറന്ന ഒരു ഗാനത്തിൻ്റെ മുഴുത്തരി പോലെ, ദുഃഖം പോലെ. നീ തിരിച്ചു വരുമോ വരാതിരിക്കുമോ എന്ന് നിനക്ക് പോലും അറിയില്ലല്ലോ. യാത്ര പറയാൻ ഒരാളുമില്ലല്ലോ എന്ന് പ്രൊഫസർ നാടാടി ഖേദിച്ചു. ഒരാളോടെങ്കിലും ഒന്ന് മിണ്ടിപ്പറഞ്ഞിറങ്ങിപ്പോകാൻ. പുല്ല്. ആരോട് പറഞ്ഞിട്ടാണ് ഈ പുൽപ്പണ്ടം മേയാൻ വന്നത്? ഹെറാൾഡ് പുറപ്പെട്ടപ്പോൾ പ്രൊഫസർ കൈവീശി. ടാറ്റ. എണ്ണ തീരുവോളം. വീടിനോട് യാത്ര ചോദിക്കുമ്പോൾ സംശയം തോന്നി. വാതിൽ പൂട്ടിയോ? പൂട്ടിയാൽ എന്ത്, പൂട്ടിയില്ലെങ്കിൽ എന്ത്? വാഹനങ്ങൾക്ക് പിമ്പെ വാഹനങ്ങൾ വരുന്നു.
അപാരതയുടെ കാനലിൽ ചെന്നു പറ്റാനാവും മുൻപേ എണ്ണയൊടുങ്ങി നിൽക്കുന്നു. എന്നാൽ കോഴിക്കോട്ടെത്താൻ കഴിയും. ആക്സിലേറ്ററിൽ ഉള്ളനടി അമരുമ്പോൾ കളഞ്ഞുപോയ ധാരണകൾ ചുറ്റി ചുറ്റി വരുന്നു. എത്തി എന്ന് മനസ്സ് പറയും. വേഗത്തിൻ്റെ സാധനയിലൂടെ മനുഷ്യനിലെത്തിയ ജൈവയൂഥം മനോവേഗം നേടുന്നില്ല. ഭ്രമണപഥങ്ങളുടെ ദുശ്ചരിതങ്ങളിൽ ഏതോ ആഗോളാന്തക വിസ്ഫോടനത്തിൽ ഈ ഭൂമിക്ക് ചലനമറുന്ന നിമിഷാർദ്ധാംശങ്ങളിൽ സത്തയുടെ കത്തിക്കരിഞ്ഞ ധൂളികൾ, ധൂളിയ കണികകൾ, കണികയുടെ ധൂളികൾ. വീണ്ടും സ്ഥലകാലങ്ങളുടെ അപാരതയിലേക്ക്. വേഗപരിണാമത്തിൻ്റെ തീസിസ് എഴുതി തീർന്നില്ലല്ലോ എന്ന് വഴിനീളെ പ്രൊഫസർ ഖേദിച്ചു. ആത്യന്തിക വേഗം പോലെ ജീവിതം അതിതുച്ഛമായിരുന്ന നൈമിഷിക അനുഭൂതിയായി തീരുന്ന നിന്റെ മരണത്തിനു തൊട്ടു മുൻപ് മുന്നിലെന്താണ്? കല്ലച്ചുപോയൊരു ഓർമ്മയായി, ആരാധ്യമായൊരു അസ്ഥിശകലമായി, നിന്റെ അരയാലിലയായി. ശംഖെടുത്തില്ല. പ്രൊഫസർ ബ്രേക്കിൽ ചവിട്ടി. എന്നാൽ പെഡൽ മുങ്ങുന്നു. പെഡലോടൊപ്പം പെരുവിരൽ മുങ്ങുന്നു. മതിഭ്രമമോ? തീരത്തിൻ്റെ കരിമണലിൽ നാം ഇരുവർ വെള്ളപ്പൊട്ടുകളായി അലിയുമ്പോൾ അന്ന് ഭൂവൽക്കാവശിഷ്ടങ്ങളുടെ യുഗപ്രായം അളക്കാൻ ഒരു സുമതി ടീച്ചർ കൊണ്ടുവന്നിറക്കിവിട്ട കുട്ടികൾ. അന്നും സുവോളജിയോ? ഞാനില്ലാത്ത ലോകത്തിൽ ഭൂമി എന്തിന്? എന്തിന് ആകാശവും കടലും കടൽക്കരയും സുവോളജിയും എൻ്റെ തീസിസും? എന്തിന്? എന്തിനെന്ന് മുഴുവൻ ഓർക്കാനായില്ല. ബ്രേക്ക് കഴിഞ്ഞ വാഹനം ചനലത്തിൽ നിന്ന് നേടുന്ന വേഗത്തിൻ്റെ തീക്ഷ്ണതയിൽ ഒരു വഴിത്തിരിവിൽ രാമനാട്ടുകര എന്ന് പ്രൊഫസർ കണ്ടില്ല. ജീവസത്തയെ പിടിച്ചു പുണരാൻ അപ്പോൾ ഉണർന്ന ആ വേഗത്തിൽ വിലങ്ങെ പാഞ്ഞു പോകുന്ന മാലയിട്ട വാഹനങ്ങളിലൊന്നിലും പതറുന്ന ദൃഷ്ടികൾ തങ്ങുന്നില്ല. ചലനവേഗത്തിൻ്റെ ഭ്രമണപഥത്തിൽ, ഒരു വിസ്ഫോടനത്തിൻ്റെ ഗാഠാശ്ലേഷത്തിൽ. ഇത് നീയോ? നമ്മുടെ ശംഖോ? നിന്റെ അരയാലിലയോ? മായയോ? മതിഭ്രമമോ?